Hi students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീം 2024ലെ മാത്തമാറ്റിക്സ് സൊല്യൂഷൻസ് ആണ്. പാർട്ട് 12 ആണിത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The function f of x equal to 2x cube plus 9x square plus 12x minus 1 is decreasing in the interval. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏത് ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ് ആവുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0നെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻ്റർവെല്ല് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ക്യൂബ് പ്ലസ് 9x സ്ക്വയർ പ്ലസ് 12x മൈനസ് 1 ആണ്. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, 3 × 2 6x സ്ക്വയർ വരും. 9x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 18x പ്ലസ് 12x ഡെറിവേറ്റീവ് 12, 1ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 6x സ്ക്വയർ പ്ലസ് 18x പ്ലസ് 12 ആണ് കിട്ടിയത്. ഇതിൽ 6 എന്ന് പറയുന്ന ടേം കോമൺ ആണ്. അത് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 6 × x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് എഴുതാം. ഈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2നെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാം? സം ചെയ്താൽ 3യും മൾട്ടിപ്ലൈ ചെയ്താൽ 2ഉം വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് അല്ലേ? ദാറ്റ് ഈസ് 6 × x പ്ലസ് 2 × x പ്ലസ് 1 എന്ന് എഴുതാം. ഇനി ഇത് ഡിക്രീസിങ് ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് എപ്പോഴാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരിക? എക്സിൻ്റെ വാല്യൂ -2ഉം ഒന്നുകിൽ എക്സിൻ്റെ വാല്യൂ -2, മറ്റേത് എക്സിൻ്റെ വാല്യൂ -1 ആവണം. നമ്പർ ലൈനിൽ വരയ്ക്കുകയാണെങ്കിൽ -2നും -1നും ഇടയിൽ വരികയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഓപ്പൺ ഇൻ്റർവെൽ -2, -1 ആണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം വാല്യൂ ഓഫ് y equal to 12 minus modulus x minus 12 in the range -11 less than or equal to x less than or equal to 11 is. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ വൈയുടെ ഈ വാല്യൂ ഇനി എപ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക? ഈ എക്സിൻ്റെ വാല്യൂ ഈ റേഞ്ചിലായിരിക്കുമ്പോൾ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് ഒരു വി ഷേപ്ഡ് ഗ്രാഫാണ്. അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 12,0 ആണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഈ y എന്ന് പറയുന്ന ഫംഗ്ഷൻ മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുക? ഈ മോഡുലസ് എക്സ് മൈനസ് 12 മിനിമൈസ് ആവുമ്പോഴാണ് വൈക്ക് മാക്സിമം വാല്യൂ കിട്ടുക. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -11നും +11നും ഇടയിലാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -11നും +11നും ഇടയിലാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ആയിട്ട് എക്സ് -12 മിനിമൈസ് ചെയ്യുന്നത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴായിരിക്കും? എക്സിന് 11 കൊടുക്കുമ്പോഴായിരിക്കും അല്ലേ? എക്സിന് 11 കൊടുക്കുമ്പോഴാണ് 11 - 12 എന്ന് പറയുന്നത് 1, മോഡുലസ് വാല്യൂ നോക്കുമ്പോൾ 1 വരിക. അതാണ് ഈ എക്സ് -12 മിനിമൈസ് ചെയ്യുന്ന ഏറ്റവും നന്നായി മിനിമൈസ് ചെയ്യുന്നത്. ക്ലോസസ്റ്റ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 11 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷനിൽ എക്സിന് 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ മാക്സിമം വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് y ഈക്വൽ ടു 12 - 11 മോഡുലസ് 11 - 12. അതായത് 11 - 12ൻ്റെ മോഡുലസ് വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ വൈയുടെ വാല്യൂ 11 തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ y മാക്സിമം ആവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 11. മാക്സിമം വാല്യൂ വൈക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 11 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Limit x tends to 10, x minus 10 divided by root of x plus 6 minus 4 is equal to. അപ്പോൾ ഇങ്ങനെ ഇരിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ റൂട്ട് ഓഫ് എക്സ് ഡിനോമിനേറ്ററിലുള്ള ടേമിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് -10 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 6 പ്ലസ് 4 ആവും. ഇവിടെ -4 ആയിരുന്നെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് +4. താഴെ ഡിനോമിനേറ്ററിലെ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 6 -4 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 6 പ്ലസ് 4. ഇത് a - b ഇൻറ്റു a + b ഫോം അല്ലേ? ദാറ്റ് ഈസ് a² - b². a എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 6ഉം b എന്ന് പറഞ്ഞാൽ 4ഉം ആണ്. a² അപ്പോൾ എക്സ് പ്ലസ് 6ഉം b² എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ 16ഉം ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് -10 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 6 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എക്സ് -10 വരും. ഇനി എക്സിന് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് -10ഉം ഈ എക്സ് -10ഉം ക്യാൻസലായി. എക്സിന് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 16 + 4 ദാറ്റ് ഈസ് 4 + 4 ഈക്വൽ ടു 8. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ dx ബൈ 1 + e⁻⁻x. ഓക്കെ. നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്പോണൻഷ്യൽ ടേം വന്നു കഴിഞ്ഞാൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സ്പോണൻഷ്യൽ ടേമിൻ്റെ e⁻⁻x ആണെങ്കിൽ e⁻+x കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ e⁻x dx ഡിവൈഡഡ് ബൈ e⁻x + 1 ആവും അല്ലേ?
1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സിനെ ഇ റേസ് ടു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നോക്കൂ, ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യാം. യുവിന് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് 1 കൊടുക്കാം. ഡി യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഡി യു ബൈ യു എന്നുള്ള ഫോർമാറ്റിൽ വരും. ആക്ച്വലി ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്ന് പറഞ്ഞാൽ ലോഗ് യു ആണ്. ലോഗ് യു പ്ലസ് സി, ദാറ്റ് ഈസ് ലോഗ് യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് സി. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ലോഗ് മോഡുലസ് 1 പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്താണെന്ന്, ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വഴി ചെയ്യാവുന്നതാണ്. എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഓൾജിബ്രിക് ഫംഗ്ഷനാണ്, അത് ആദ്യം എടുക്കാം. കോസ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്, അത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കാം. അപ്പോൾ എക്സിനെ അതേപോലെ എഴുതി, കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എക്സ് മൈനസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 വരും, സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ്, ദെൻ വീണ്ടും 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 അല്ലേ വരും. അപ്പോൾ അവിടെ നിർത്താം, പ്ലസ് സി. അപ്പോൾ എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. താങ്ക് യു. ഇതോടെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.